തദ്ദേശ സ്ഥാപനങ്ങളിലെ സർക്കാർ സേവനങ്ങൾക്ക് ഇനിയൊരു ക്ലിക്ക് ദൂരം മാത്രം. സർക്കാർ ഓഫീസുകളിൽ പോകാതെ തന്നെ എല്ലാ സേവനങ്ങൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും എവിടെയിരുന്നും നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഓൺലൈനായി അപേക്ഷിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ സേവനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി ksmart.lstkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്നിട്ട് വലതു ഭാഗത്ത് മുകളിൽ കാണുന്ന ലോഗിൻ ബട്ടണിൽ സിറ്റിസൺ ലോഗിൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ നൽകിയ ശേഷം ലഭിക്കുന്ന OTP എൻ്റർ ചെയ്ത് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. എങ്ങനെയാണ് ഒരു ഡെത്ത് രജിസ്ട്രേഷന് അപേക്ഷിക്കേണ്ടത് എന്നതാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ശ്രദ്ധിക്കുക, മരണം 21 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത് നിയമാനുസൃതം നിർബന്ധമാണ്. മരണ രജിസ്ട്രേഷന് വേണ്ടി ലോഗിൻ ചെയ്തു വരുന്ന വെബ്സൈറ്റിന്റെ മുകൾ ഭാഗത്ത് അപ്ലൈ എന്ന ഓപ്ഷനിൽ സിവിൽ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ ഡെത്ത് സർവീസ് എന്ന കാർഡ് കാണാൻ കഴിയും. ഈ കാർഡിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ന്യൂ ഡെത്ത് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ ഡെത്ത് രജിസ്ട്രേഷൻ സ്ക്രീനിലെത്തും. ആദ്യമായി ഡേറ്റ് ഓഫ് ഡെത്ത് കൃത്യമായി രേഖപ്പെടുത്തുക. മരണം നടന്ന തീയതി വ്യക്തമായി അറിയില്ലെങ്കിൽ മാത്രം അതിനു മുകളിൽ കാണുന്ന എക്സാക്ട് ഡേറ്റ് ഓഫ് ഡെത്ത് നോട്ട് അവൈലബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മരണത്തീയതി കൃത്യമായി അറിയാമെങ്കിൽ അത് എന്റർ ചെയ്ത് മരണം നടന്ന സ്ഥലം, വിലാസം അടക്കമുള്ള മറ്റു വിശദാംശങ്ങളും മരണപ്പെട്ട വ്യക്തിയുടെ പേരും ആധാർ നമ്പറും രേഖപ്പെടുത്തി പ്രൊസീഡ് ചെയ്യുക. തുടർന്ന് ഡീറ്റെയിൽസ് ഓഫ് ഡിസീസ്ഡ് എന്നതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകി പ്രൊസീഡ് ചെയ്യുക. പിന്നീട് അഡ്രസ് ഇൻഫർമേഷനിൽ പ്രസന്റ് അഡ്രസ് ഫില്ല് ചെയ്യുക. ഈ പ്രസന്റ് അഡ്രസ് തന്നെയാണ് പെർമനന്റ് അഡ്രസ് എങ്കിൽ സെയിം ആസ് പ്രസന്റ് അഡ്രസ് എന്ന് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം ഫാമിലി ഇൻഫർമേഷനിൽ സ്പൗസിന്റെ പേരും ആധാർ നമ്പറും മറ്റ് ആവശ്യമായ വിവരങ്ങളും രേഖപ്പെടുത്തുക. ശേഷം അമ്മയുടെയും അച്ഛന്റെയും ഡീറ്റെയിൽസും കൊടുത്ത് പ്രൊസീഡ് ചെയ്തതിനു ശേഷം മോർ ഇൻഫർമേഷനിൽ മരണം ഏത് രീതിയിലാണ് സാക്ഷ്യപ്പെടുത്തിയത് എന്ന് രേഖപ്പെടുത്തിയ ശേഷം മറ്റാവശ്യമായ വിവരങ്ങളും മരണകാരണവും ഫില്ല് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. തുടർന്ന് വരുന്ന പ്രൈമറി ഇൻഫർമെന്റ് എന്ന ഭാഗത്തിൽ വിവരം നൽകുന്ന വ്യക്തിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയ വിവരങ്ങൾ സഹിതമുള്ള പ്രിവ്യൂ പേജ് ആണിത്. ഇതിൽ രേഖപ്പെടുത്തിയ ഓരോ വിവരങ്ങളും പരിശോധിച്ച് ഏതെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. നൽകിയ എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് പ്രിവ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റിന്റെ കരട് രൂപം കണ്ട് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ തെറ്റുകൾ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടാൻ കഴിയുന്നതാണ്. പ്രിവ്യൂ കണ്ടതിനു ശേഷം അത് ക്ലോസ് ചെയ്ത് പ്രൊസീഡ് ചെയ്തതിനു ശേഷം ഡിക്ലറേഷൻ വായിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം ടിക്ക് മാർക്ക് ചെയ്യുക. തുടർന്ന് മരിച്ച വ്യക്തിയുടെ ഐഡന്റിറ്റി കാർഡ് അറ്റാച്ച് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപേക്ഷകന്റെ ആധാർ മുഖാന്തരമുള്ള സൈൻ ചെയ്യുക. അപ്പോൾ മൊബൈലിൽ ലഭിക്കുന്ന OTP നമ്പർ രേഖപ്പെടുത്തിയതിനു ശേഷം പ്രൊസീഡ് ചെയ്താൽ സ്ക്രീനിൽ ഏറ്റവും താഴെയായി ക്ലിക്ക് സബ്മിറ്റ് ടു പ്രൊസീഡ് എന്ന് കാണാം. സബ്മിറ്റ് ചെയ്ത ശേഷം അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്തോ പ്രിന്റ് എടുത്തോ സൂക്ഷിക്കാവുന്നതാണ്. ഈ അക്നോളജ്മെന്റ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ അപേക്ഷിച്ച മരണ രജിസ്ട്രേഷൻ ഫയലിന്റെ അപ്ഡേറ്റ് അറിയാൻ സാധിക്കും. രജിസ്ട്രേഷൻ തദ്ദേശ സ്ഥാപനത്തിലെ ജനന മരണ രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്നതോടെ അപേക്ഷകന്റെ മൊബൈലിലേക്ക് SMS ആയോ വാട്സ്ആപ്പ് ആയോ മരണ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, സിറ്റിസൺ ലോഗിനിൽ ലഭിക്കുന്ന കാർഡിൽ നിന്ന് വേണമെങ്കിലും ഏത് സമയത്തും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ ഓഫീസുകളിൽ പോകാതെ തന്നെ സമയബന്ധിതമായി ഇനി മുതൽ ഓൺലൈനിൽ ലഭ്യമാണ്. സർക്കാർ സേവനങ്ങൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇനി സ്മാർട്ട് ആവുകയല്ലേ? K Smart, delivering digital happiness.